ഇതിലിപ്പോ എം.ആർ. അജിത് കുമാറിനെതിരെയാണ് വലിയ ആരോപണം വന്നത്. അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള അന്വേഷണം. ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം RSSുമായി ചർച്ച നടത്തിയെന്നടക്കമുള്ളത് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ ആരോപണവും അതിൻ്റെ നിജസ്ഥിതി അടിയന്തരമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് അണിയറ നീക്കങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി അവർ ഉടനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതിൽ മൗനം പാലിച്ചിട്ട് കാര്യമില്ല. BJP എല്ലാ വിഷയങ്ങളിലും വേഗം ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ടോട്ടൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോയിട്ടുണ്ടോ? അതാണ് ഈ വക സംശയങ്ങൾ ദൂരീകരിക്കേണ്ട കടമ അവർക്കാണ്. അവർ സംശയങ്ങൾ ദൂരീകരിച്ചേ പറ്റുള്ളൂ. എന്തിനാണ് ഈ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ അവർ മൗനം പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം ഗൗരവതരമാണ്. അതിൻ്റെ നിജസ്ഥിതി എല്ലാവരും അവർ രണ്ടു കൂട്ടരും വ്യക്തമാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഈ മൗനം ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങും. അത്ര തന്നെ.